ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ലൈനാണെങ്കിൽ ബ്രെഡൊക്കെ വാങ്ങി വെച്ച് അങ്ങനെ ബ്രെഡ് എടുത്തു. ഞാനാണെങ്കിൽ എന്താ പറയുക, തണ്ണിമത്തനും കുറച്ച് ഫ്രൈഡ് റൈസും നമ്മുടെ പൂരിയും കുറേ ലീവ്സും ഒക്കെ വെജിറ്റബിൾ എല്ലാം കൂടിയൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി എടുത്തു. പിന്നെ ഇവിടെ ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ നമ്മൾ എടുത്തായിരുന്നു കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ബൊഫേ സിസ്റ്റമൊക്കെയാണ് കേട്ടോ. അവിടെ 1-2 ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ മുന്നിലാണ് വരുന്നത്. പിന്നെ എന്താ പറയുക, അവിടെ ഒരു ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. ടി വിയിൽ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇതാണ് കേട്ടോ. കുറേ വെജിറ്റബിളും കുറേ ഫ്രൂട്ട്സും ഒക്കെയാണ് നമ്മുടെ ഭക്ഷണം. ആ സ്പൂണ് കണ്ടോ, അടിപൊളി ഒരു ഗോൾഡൻ കളർ സ്പൂണൊക്കെയാണ് കേട്ടോ. ഗോൾഡാണെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ ഗോൾഡ് അല്ല അത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലമായ ബാങ്കോക്കിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ പോയായിരുന്നു. ഇത് ബാങ്കോക്കിൽ ഒരു ചെറിയൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ലൈൻ പറഞ്ഞു ഇന്ന് നമുക്ക് നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങളിവിടെ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് ഇവിടുത്തെ വിശാലമായ കാർ പാർക്കിംഗ്. ഓക്കെ, ഇത് കൊള്ളല്ലോ. ഇതിവിടുത്തെ ഒരു ഓട്ടോ ആണ് കേട്ടോ, ടുക്കല്ല ഇത്. ഉണ്ടോ, അടിപൊളിയാണ് കേട്ടോ. പച്ച സീറ്റും വൈറ്റ് കളർ ബോഡിയും അടിപൊളി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 11 മണി കഴിഞ്ഞു. രാവിലെ 9 മണിക്ക് 9-9:30 ആകുമ്പോൾ ഇറങ്ങണമെന്ന് ലൈൻ പറഞ്ഞതാണ് കേട്ടോ. ഞാനാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങി, അതിൽ പറ്റിപ്പോയതാണ്. ലൈൻ രാവിലെ വന്ന് വിളിച്ചപ്പോഴത്തേക്കുമാണ് ഉറക്കം കഴിഞ്ഞിട്ടത്. ആള് നേരത്തെ എത്തിയായിരുന്നു. ഏകദേശം ഒരു 9:15 ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഴുന്നേറ്റ് റെഡിയായി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ അടുത്ത് പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നേരെ ലെഫ്റ്റിലോട്ട് പോയാലാണ് നാനാ പ്ലാസ വരുന്നത് കേട്ടോ. ഈ നാനാ പ്ലാസ എന്ന് പറയുന്ന സ്ഥലം അടൻസുള്ളി ഏരിയയാണ് കേട്ടോ. അതിനകത്തൊരു കയറാനൊക്കെ പറ്റും. അതിനകത്ത് നമുക്ക് നൈറ്റാണ് അതിനകത്ത് പ്രോഗ്രാംസൊക്കെ കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ തിരിഞ്ഞ് മറ്റൊരു വഴിയാണ് പോകുന്നത്. പകലവിടെ വേറെ പ്രോഗ്രാംസ് ഒന്നും വലുതായിട്ട് ഉണ്ടാവില്ല. അടിപൊളി റോഡാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ സൈഡിൽ കണ്ടോ ഒരു മരം മൊത്തം ഉണങ്ങി നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ലീവ്സ് എല്ലാം പോയിട്ട് ബാക്കി എല്ലാ മരങ്ങളും അടിപൊളിയായിട്ട് പച്ചപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആ റോഡിൽ കിടക്കുകയായിരുന്നു കേട്ടോ ഉടുമ്പ്. ഇവിടുത്തെ ഒരു പാർക്കാണ് കേട്ടോ. ഇതൊരു പാർക്കാണ്. ഇവിടെ വൈകിട്ടൊക്കെ നടക്കാനൊക്കെ ഒരുപാട് പേര് വരുന്ന ആൾക്കാരൊക്കെ വരുന്ന ഒരു പാർക്കാണ്. ഈ മേളിൽ കണ്ടോ, ഇതൊരു വാക്കിങ്ങിന് വേണ്ടിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരു സബ്വേ ഒക്കെ ഉണ്ട്. പിന്നെ കണ്ടോ, അടിപൊളി റോഡാണ് കേട്ടോ. അടിപൊളി റോഡും ഈ ഗാർഡൻ്റെ കാഴ്ചയാണ് കേട്ടോ ഇതെല്ലാം. കണ്ടോ, അവിടെയൊക്കെ കുട്ടികളൊക്കെ ഓടിക്കൊണ്ടൊക്കെ ഇരിക്കുക. പിന്നെ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ലൈനിന് ഓഫീസിൽ എന്തോ ഒരു ആരെ കാണണം, മീറ്റിംഗ് എന്തോ ഉണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ആൾ ഇന്നലത്തെ പോലെ തന്നെ പോസ്റ്റ് ആക്കാതിരുന്നാൽ ഭാഗ്യം കേട്ടോ. ഇവിടെ ഏതോ ഒരു ഓഫീസിലാണ് ലൈൻ വരുന്നത്. ഇതിനകത്തുള്ളൊരു ഓഫീസ് കെട്ടിടങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെയൊക്കെ അവർ എന്താ പറയുക, ഗാർഡനൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടാണെന്ന് നോക്കി. അതിനെല്ലാം സംരക്ഷിച്ചിരിക്കുന്നതൊക്കെ കണ്ടോ, ഒക്കെയാണ് കേട്ടോ. ഈ കണ്ടോ, ഇതൊരു ലേക്കാണ് കേട്ടോ. ഇതിനടുത്ത് ഒരു അടിപൊളി ലേക്ക് ഉണ്ട്. പിന്നെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് ഇവിടെ കൂടുതലും രാത്രി വാക്കിങ്ങിനൊക്കെ ആൾക്കാർ വരും കേട്ടോ. ഇതെന്താ സംഭവം, കോണൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നത്, അതിന് സ്റ്റാൻഡ് ഇട്ടിരിക്കുന്നതാ. അത് കൊള്ളാം കേട്ടോ. അതിനകത്ത് കയറി ഒന്നാരും ചവിട്ടാതൊക്കെ ഇരിക്കാൻ വേണ്ടി ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടെമ്പിളിൻ്റെ ഒരു ചെറിയ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതവിടെ കണ്ടോ, നമ്മുടെ ഇവിടുത്തെ രാജാവിൻ്റെ ഫോട്ടോയൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ റോഡിൽ കണ്ടോ ഇടയ്ക്കിടയ്ക്ക് റെഡിങ് ഇട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ചില റോഡുകളിലെല്ലാം ഇതേപോലെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് റെഡ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ അവിടെ വൈറ്റൊക്കെ അല്ലേ കൂടുതൽ ഉപയോഗിക്കാറ്. ഇവിടെ കേട്ടോ റെഡ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ബെക്സി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. നല്ല രീതിയിലുള്ള ഫുഡൊക്കെ ഇവിടെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ.
ഈ ഏരിയയിൽ കുറേ വെറൈറ്റി ഫുഡൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് ഫുഡും ജ്യൂസും ഒക്കെ ഇവിടെ കിട്ടും. എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവരിങ്ങനെ ക്രിസ്പി ആയിട്ടൊക്കെ പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം ഇവിടെ കുറേ വെജിറ്റബിൾസും ചില്ലിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യത്തെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു മോളാണ്. ആക്ച്വലി നമ്മളിപ്പോൾ പോകുന്നത് ഒരു എന്താ പറയുക, ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ദൂരം നടക്കാനുണ്ട്. നടന്ന് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഒരു മാർക്കറ്റ്, ഒരു എന്താ പറയുക, ഒരു മാളിനകത്തൂടി കയറിയാണ് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോകാനുള്ള വഴിയിലോട്ട് ഇറങ്ങിയത് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് കാർ പാർക്കിങ്ങിന് വേറെ സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് ലൈൻ പറഞ്ഞ് നമുക്ക് എന്തായാലും അവിടെ കൊണ്ട് നമുക്ക് കാറ് പാർക്ക് ചെയ്യാം. കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറങ്ങാമെന്നാണ് പറഞ്ഞായിരുന്നത് കേട്ടോ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രി ആയിട്ട് വരുന്ന കേട്ടോ. ബാങ്കോക്കിലെ ഒരു ചെറിയൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിങ്ങനെ കയറാം. ദിസ് വേ. ഓക്കെ. അപ്പോൾ ഇവിടെ കയറി വരുന്നിടത്ത് തന്നെ ഒരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. നമ്മുടെ 50 ബാത്താണ്, ഏതെടുത്താലും 50 ബാത്ത്, ഗ്ലാസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. പിന്നെ നമ്മൾ കയറി വരുന്ന സൈഡിൽ തന്നെ ഒരു ചെറിയ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ. ഈ ബ്രിഡ്ജിൽ കയറിയിട്ട് നമുക്ക് നേരെ അപ്പുറത്തെ സൈഡ് പോകും. ആ സൈഡാണ് കൂടുതലും ഷോപ്പുകളൊക്കെ ഉള്ളത് കേട്ടോ. അവിടെ കുറച്ച് വള്ളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വള്ളമൊക്കെ ഉണ്ട്, മീനൊക്കെ ചാടുന്നുണ്ട് കേട്ടോ. ഫിഷ്. ആക്ച്വലി ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്ത് കയറിയിട്ട് ഇവിടെ നമുക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കാം കേട്ടോ. പാത്രങ്ങൾ, ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ മേടിക്കാം. ഇതാ ഇതിനകത്തൂടി ഒരു വണ്ടിയൊക്കെ കൊണ്ടുപോകുന്നില്ല, ആകെ നടന്നു പോകാനേ സ്പേസ് ഉള്ളൂ കേട്ടോ. അതിനകത്തൂടി ഒരു ബൈക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ കണ്ടോ പ്ലേറ്റ് ഐറ്റംസ്, നമ്മുടെ നാട്ടിൽ നമ്മൾ ചോറൊക്കെ കൊണ്ടുപോകത്തില്ലേ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. അതുപോലെ ടേബിള് കണ്ടോ, ചീനിച്ചട്ടി ഐറ്റംസ്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. 30 തായ് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വെറൈറ്റി ആർന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടെ എല്ലാ സൈഡിലും ഇതേപോലെ ഭക്ഷണങ്ങളെല്ലാം അവർ പുതിയ പുതിയ ഓരോരോ ഭക്ഷണങ്ങൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തായ്ലൻഡിൻ്റെ കുറേ സുഫനീർ ഉണ്ട്, പിന്നെ കുറേ സ്ക്രൂ ഐറ്റമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. മെഴുകുതിരികൾ. ഇവിടെ പൂജയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ആണെങ്കിൽ തടിയിലുണ്ടാക്കിയ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജ് കയറി നമ്മൾ നേരെ അപ്പുറത്ത് ഇറങ്ങണം കേട്ടോ. തടിയിലാണ് അതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പുഴയുടെ മേളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നൊക്കെ അവർ പറയുന്നത്. ഇതിവിടുത്തെ ഒരു ടെമ്പിളാണ് കേട്ടോ. അതിനകത്തോട്ടാണ് ടെമ്പിൾ പോകാനുള്ളത്. അതിന് സൈഡ് മൊത്തം കടകളാണ് കേട്ടോ. വാട്ട്സ് ദിസ്? ചെറിയ കോഴിക്കുഞ്ഞിനെ എടുത്തിട്ട് ക്ലീൻ ആണ്. കാട കോഴിക്കുഞ്ചാണ് കേട്ടോ. അതിനെ എടുത്ത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പോർക്കാണ് കേട്ടോ, പോർക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ രുചികരമായ പലതരത്തിലുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. സ്നാക്സ് ഐറ്റമായാലും അതുപോലെ സ്പൈസി ഐറ്റങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഇതെന്തോ ഒരു സ്നാക്സ് ഐറ്റമാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ബുദ്ധപ്രതിമയുടേതാണ് കേട്ടോ. ബുദ്ധപ്രതിമയ്ക്ക് അവർക്കെന്തോ പൂവൊക്കെ ചാർത്താനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ നിന്ന് തിരി കത്തിച്ചിട്ട് എന്ത് ചെയ്യാം, അവിടെ പോവാം. ഇതോ അപ്പോൾ ഇന്നലെ ഇത് നമ്മുടെ ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇന്നലെയും ഇതിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കണ്ടോ, ഇത് ഒരു വള്ളത്തിലാണ് ഇത് സംഭവം ചെയ്തിരിക്കുന്നത് കേട്ടോ. 7 തലയുള്ള മറ്റേ ഒരു ഡ്രാഗൺ കണ്ടോ, ആ ഡ്രാഗൺ ഉണ്ട്. പിന്നെ ഒരു ബുദ്ധപ്രതിമയുണ്ട്. ആ ബുദ്ധപ്രതിമയുടെ ബാക്കിൽ കണ്ടോ ഒരു റോൾ ചക്രം കറങ്ങുന്നതുണ്ട്. അതൊക്കെ നല്ല രസമല്ലേ. ഇപ്പോൾ പ്രായമായിട്ടുള്ളവരും കൊച്ചുകുട്ടികളും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പോയി പ്രതിമയെ ദർശനം നടത്തിയിട്ടൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് പോകുമ്പോഴത്തേക്കും ഈ തിരിയെല്ലാം കത്തിച്ച് വയ്ക്കാം. അതോടൊപ്പം തന്നെ ഫ്ലവറൊക്കെ എന്ത് ചെയ്യാം, അതിന് മുമ്പിൽ നേർച്ചയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ
കണ്ടോ ബോട്ടൊക്കെ ഉണ്ട്, പാട്ടൊക്കെ വെച്ച് അതിലിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിലിങ്ങനെ പോയി ഒരു റൗണ്ട് കറങ്ങിയിട്ടൊക്കെ വരാൻ പറ്റും. ഇതെന്തായാലും കണ്ടതിലൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. ഒരു ദോശ പരത്തും പോലെ ഇങ്ങനെ പരത്തിയിട്ട് അതിനെ എന്താ പറയുക, ജസ്റ്റ് കൈ കൊണ്ടങ്ങനെ ഇളക്കി അങ്ങ് അപ്പുറത്ത് മാറ്റുകയാണ് കേട്ടോ. ഒരു ഗ്രീൻ കളർ മാവ് പോലത്തെ അതൊരു ഗം പോലെ ഒട്ടി ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പുറത്തുനിന്ന് അവരെ എടുത്തിട്ട് വേവിച്ചെടുക്കുന്നത്. അത് ഗ്യാസാണ് ഇതിൻ്റെ താഴെ അവർ വെച്ചിരിക്കുന്നത് കേട്ടോ. ഗ്യാസിൻ്റെ കണക്ടർ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടോ. അപ്പോൾ ഒരു അടിപൊളി മേക്കിംഗ് ആയിരുന്നു കേട്ടോ. നിസ്സാരമായിട്ട് പരത്തുന്നു, നിസ്സാരമായിട്ട് എടുത്താൽ കഴിക്കുന്നു. എൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഓരോരോ ബോക്സിലോട്ടാക്കി ഇങ്ങനെ വെക്കുക ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എന്തൊക്കെയൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും ഫുള്ള് സ്ട്രീറ്റ് ഫുഡാണ്. പിന്നെ കുറേ ചിക്കൻ ഐറ്റംസും പിന്നെ എന്താ പറയുക കുറേ പുഴുവും പുൽച്ചാടിയും കോക്രോച്ചും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിനു മുമ്പ് ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നാലും നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇവിടെ കണ്ടോ കുറേ വെറൈറ്റിയിലുള്ള നൂഡിൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ വേവിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് നമ്മൾ മേടിക്കുക, കഴിക്കുക. ഇപ്പുറത്ത് വീണ്ടും അതേപടി തന്നെ പുൽച്ചാടിയും പുഴുവും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ടൈം ബാങ്കോക്ക് വന്നപ്പോൾ ഇതൊക്കെ കഴിച്ചതാണ്. സ്കോർപ്പിയോനൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ നമുക്ക് നോക്കാം, നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ചൊക്കെ കഴിക്കാം. അപ്പുറത്താണെങ്കിൽ കണ്ടോ കൊക്കക്കോളയൊക്കെ എടുത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പോർക്ക് ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത് വന്നപ്പോഴത്തേക്കും നല്ല വലിയ പ്രോൺസിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 100 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റും. നല്ല വലിയ കൊഞ്ചാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രില്ല് ചെയ്ത കൊഞ്ചുണ്ട്. നല്ല കളറുമുണ്ട് കേട്ടോ. കളറൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത് ക്രാബിനൊക്കെ ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് മേടിച്ച് കഴിക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അമ്പലമാണ് കേട്ടോ. അമ്പലത്തിൻ്റെ സൈഡിൽ നോൺ വെജുണ്ട്, വെജുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. പോർക്ക്, ചിക്കൻ, ബീഫ്, എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ മാർക്കറ്റിനകത്ത് സുലഭമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്തൊക്കെയോ തരത്തിലുള്ള മീറ്റൊക്കെയാണ് കേട്ടോ. ഇതിനൊക്കെ അടുത്ത് മസാല പുരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ എടുത്തു കൊടുത്താൽ നമുക്ക് ഗ്രില്ല് ചെയ്ത് തരും. അടിപൊളിയല്ലേ? നാവിൽ നല്ല കൊതിയും എന്താ പറയുക ടേസ്റ്റ് ഇങ്ങനെ ഊറി വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കൊഞ്ചൊക്കെ കണ്ടു. അടിപൊളി കൊഞ്ച എന്ന് പറയുന്നത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനടുത്തുള്ള ടെമ്പിളില്ല, ആ ടെമ്പിളിനടുത്തുള്ള ഒരു ടോയ്ലറ്റാണ് കേട്ടോ. അത്രയും വൃത്തിയും മനോഹരമായിട്ടാണ് ഇവിടെ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ഫുള്ള് ഫ്ലവറൊക്കെ കണ്ടോ. ആ ടോയ്ലറ്റിനകത്ത് ഫാൻ വരെ ഉണ്ട് കേട്ടോ. അത്രയും പക്കയായിട്ടാണ് അവർ ടോയ്ലറ്റൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. വൃത്തിയും നല്ല രീതിയിലുള്ള വൃത്തിയുണ്ട് കേട്ടോ. നമുക്കിവിടെ നിന്നുകൊണ്ട് ഫേസൊക്കെ വാഷ് ചെയ്യാം കേട്ടോ. ഒറിജിനൽ ഫ്ലവറൊക്കെ അവരിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റെസ്റ്റ് റൂമാണ് കേട്ടോ. ഇത് നമുക്കിവിടെ ഒത്തിരി പേര് വന്നതേപോലെ വന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഫോണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്കുള്ള ഫുഡ് മേടിച്ചായിരുന്നു കേട്ടോ. ഒരു തരം ചിക്കൻ, പിന്നെ അതിൻ്റെ ലിവർ, പിന്നെ റൈസ്, ചിക്കൻ്റെ ലെഗൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ കുറേ വെജിറ്റബിൾ എല്ലാം കൂടിയുള്ള ഒരു ഫുഡാണ് ഇപ്പോൾ അവർ പ്രിപ്പയർ ചെയ്ത് തരുന്നത് നമുക്ക്. ഭക്ഷണം എന്ന് പറയുന്ന ഇതാണ്. കുറേ എന്തൊക്കെയോ ലീവ്സും ബാക്കിയുള്ളതൊക്കെയാണ് കേട്ടോ. രണ്ട് പിന്നെ ഇത് ചിക്കൻ്റെ എല്ലാം കൂടിയൊക്കെ ഉള്ളത്. ലൈൻ ഇതൊക്കെ അങ്ങ് മേടിച്ചു. ഇപ്പോൾ അവർ ബിയർ മേടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് വാങ്ങാൻ വേണ്ടി വന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് നമ്മളിത് കഴിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ
ലൈൻ എൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്നത് കഴിക്കും ഇന്നത് കഴിക്കും. അതായത് ചിക്കൻ്റെ കാല്, സ്റ്റൂ പോലെയൊക്കെ ഉള്ളൊരു സംഭവം പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കുമോ ഇല്ലയോ എന്നൊക്കെ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു തൽക്കാലം മേടിക്കാം, നമുക്ക് എന്തായാലും പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അതെല്ലാം മേടിച്ചത്. അപ്പോൾ നമ്മുടെ ലൈനാണെങ്കിൽ ഫുഡൊക്കെ മേടിച്ച് വെച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എന്ത് പറയാനാ, ചോപ്പ് സ്റ്റിക്കൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കാതിരിക്കുക. ഇതുണ്ടോ, ഇത് ചിക്കൻ്റെ ലെഗാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ കളയാറില്ല ആ സാധനം. നമ്മൾ സാധാരണ നാടൻ കോഴിയുടെ ലെഗൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഇതേ നാടൻ കോഴിയൊന്നുമല്ല, ഇത് നല്ല ഒന്നാം തരം വെള്ളക്കോഴിയായി. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. അത് മസാലയൊന്നും ഇട്ടതല്ല കേട്ടോ, ഇതെല്ലാം ജസ്റ്റ് ആവിയിൽ വെച്ച് വേവിച്ച് ഒരു വെള്ളത്തിൽ നിന്നൊക്കെ ഇട്ട് സ്റ്റൂ പോലെയൊക്കെ ആക്കി എടുക്കുന്ന സാധനമാണ്. Leaves name. ഈ ഇലയുടെ പേര് എന്തോ തരം തുളസി എന്ന് പറഞ്ഞു കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല, ലൈൻ പറഞ്ഞത് എന്ത് തുളസിയാന്ന് എനിക്കറിയത്തില്ല. കൃഷ്ണ തുളസിയോ ബാക്കിയുള്ളതൊന്നും അല്ല കേട്ടോ ഇത്. പുറത്തുനിന്ന് വെയിൽ ഈ കടയിലോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്നുണ്ടോ. പല നിറത്തിലുള്ള കുടകളെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആ ഷീറ്റിൻ്റെ അടിയിലോട്ട് വെച്ച് ചരിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കുന്നവർക്ക് എന്ത് ചെയ്യും, വെയിലടിക്കാതിരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ കഴിച്ചു. ഉച്ചയ്ക്കെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയായി. ഇവിടെ 4 മണി കഴിഞ്ഞു, 5 മണിയായി അല്ലേ, ഏകദേശം 5 മണിയായി. അങ്ങനെ ഞങ്ങൾ നേരെ ഫോർട്ടി മാർക്കറ്റിൽ നിന്ന് നേരെ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോർട്ടി മാർക്കറ്റിലെ വീഡിയോസൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ തായ്ലൻഡിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് തായ്ലൻഡിലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, സൈനിങ് ഓഫ്.